മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ള ഫസ്റ്റ് വാർണിംഗ് അണ്ടർ കാരിക് വന്നു കഴിഞ്ഞു. ഇഞ്ചുറീസ്. ഡോർഗു ഈസ് ഇഞ്ചേർഡ്. ഇൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് ഇഞ്ചേർഡ്. മൗണ്ട്, ഐ ഡോണ്ട് നോ നമുക്ക് മൗണ്ടിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കുന്യ, ഐ ഡോണ്ട് നോ വെദർ ഹി ഈസ് 100% മാച്ച് ഫിറ്റ്. ഡിലിറ്റ്, ഒരാൾക്കും അറിഞ്ഞൂടെ ഡിലിറ്റ് എന്താ സംഭവിക്കുന്നുള്ളത്. നിങ്ങൾക്കറിയെങ്കിൽ പ്ലീസ് ഒന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് വിങ് ഇനി ആര് കൈകാര്യം ചെയ്യുന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതിലെൻ്റെ ഏറ്റവും വലിയ പേടി, നമ്മൾക്ക് മിഡ്ഫീൽഡിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സീസൺ എവിടെ എങ്ങനെ ആവും എന്നുള്ളത് നോ ഐഡിയ. ഇനി നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലോട്ട് ഷിയാലേസി പറഞ്ഞ യങ്സ്റ്ററിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതെങ്കിൽ വൈ ആർ വി പുട്ടിങ് സോ മച്ച് പ്രഷർ ഓൺ എ യങ്സ്റ്റർ എഗെയിൻ? ഇതാണ് എൻ്റെ ചോദ്യം. ആഴ്സണലിനെതിരെ നമ്മൾ ജയിച്ചു, സിറ്റിക്കെതിരെ നമ്മൾ നന്നായി ജയിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ വി ആർ ടേക്കിംഗ് 2 steps ഫോർവേഡ് ആൻഡ് 3 steps ബാക്ക്വേർഡ്സ് അണ്ടർ ഗ്ലിനിയോസ്. ഈ പാരസൈറ്റ് ഓണേഴ്സിനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുക. അത് നമ്മുടെ ടീം രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മുടെ ക്ലബ്ബ് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ദേ ആർ പ്ലേയിങ് വിത്ത് അവർ ഫാൻസ് ഇമോഷൻസ്. നമ്മൾക്കറിയാം മിഡ്ഫീൽഡ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ അവർ ടീം. മിഡ്ഫീൽഡിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ വി ആർ കൊളാപ്സ്ഡ്. മെയ്നോനോ കസമീറോയ്ക്കോ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ബ്രൂണോയ്ക്കോ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ വി ആർ കംപ്ലീറ്റ്ലി ഡൺ ദിസ് സീസൺ. ടോപ്പ് 4 ലക്ഷ്യം വെച്ച് നീങ്ങുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ ത്രെറ്റ് ഈസ് ഇഞ്ചുറീസ്. വേറെ ഒരു ടീമുമല്ല. ആഴ്സണൽ, സിറ്റി, ഫുൾഹാം, വെസ്റ്റ് ഹാം, ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല, ബ്രൈറ്റൺ, ഇതൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ത്രെറ്റ്. അവർ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ഈസ് ഇഞ്ചുറീസ്. ശരിയാണ്, നമ്മൾ 1 ഗെയിം പെർ വീക്കാണ് കളിക്കുന്നത്. പക്ഷേ 1 ഗെയിം പെർ വീക്കിൽ കളിക്കാനുള്ള സ്ക്വാഡ് ഡെപ്ത് പോലും നമുക്കുണ്ടോ, ക്വാളിറ്റി സ്ക്വാഡ് ഡെപ്ത് പോലും നമുക്കുണ്ടോ ഉള്ളത് നമ്മൾ വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മളെല്ലാവരും വളരെ വിഷമത്തോടു കൂടിയും വളരെ സങ്കടത്തോടു കൂടിയും നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. വൈ ആർ വി ലൈക്ക് ദിസ്? ഇത്രയും നന്നായി കളിച്ചിട്ടും വൈ ആർ വി ലൈക്ക് ദിസ്? നമ്മൾക്ക് ഒരു പ്ലെയർ ഇഞ്ചുറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ലൈക്ക് എന്ത് ചെയ്യണം? ഒരു പിടുത്തമില്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ആഴ്സണലിനെതിരെ ജയിക്കുന്നതും സിറ്റിക്കെതിരെ ജയിക്കുന്നതും നല്ല കാര്യം, നമ്മൾ ആഘോഷിക്കണം. പക്ഷെ നമ്മൾ റിയൽ ഇഷ്യൂസ് ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള സൂചനകളും അതേപോലെ തന്നെ വാർണിംഗ് സൈൻസുമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഇഞ്ചുറീസ് വന്നാൽ എന്തുകൊണ്ട് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഇത്രയും വിഷമമാവുന്നു, നമ്മൾ ഇത്രയും ടെൻഷനാവുന്നു? കാരണം നമ്മുടെ ഓണർഷിപ്പ് അണ്ടർ ഗ്ലിനിയോസ് ആണ്. അവർ നന്നായി സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നില്ല എന്നതാണ്. വേണ്ട സമയത്ത് വേണ്ട പ്ലേയേഴ്സിനെ വേണ്ട രീതിയിൽ വാങ്ങുന്നില്ല എന്നതാണ്. ജാനുവരി വിൻഡോ ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് 27 ദിവസം അല്ലെങ്കിൽ 28 ദിവസമായി ഒരൊറ്റ പ്ലെയറിനെ പോലും നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മൾക്കറിയാം ഏത് മാനേജർ ആയിക്കോട്ടെ, ഏത് സിസ്റ്റം ആയിക്കോട്ടെ, വി നീഡ് എ മിഡ്ഫീൽഡർ. ആ മിഡ്ഫീൽഡർ വരാതെ ഇനി അങ്ങോട്ട് എത്ര കളികൾ ജയിക്കാൻ പറ്റും എന്ന് പോലും പല ഫാൻസിനും സംശയമുണ്ട്. ശരിയായിരിക്കാം, ചില കളികൾ ജയിക്കാം. പക്ഷേ മിഡ്ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എത്ര കളികൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളത് ഐ ക്യാൻ പ്രെഡിക്റ്റ് റൈറ്റ് നൗ. വി വിൽ ഡ്രോപ്പ് പോയിന്റ്സ്. നമ്മൾ ഈ സീസണിൽ കണ്ടതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് മാത്രമല്ല, ഏതൊരു ഫുട്ബോൾ ക്ലബിലും ഏതൊരു ഫുട്ബോൾ ടീമിലും മിഡ്ഫീൽഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫുട്ബോൾ മാച്ചസ് ആർ വൺ ആൻഡ് ലോസ്റ്റ് ഇൻ ദ മിഡ്ഫീൽഡ്. നമ്മളെപ്പോലുള്ള ഫാൻസിന് ഇതറിയാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഓണേഴ്സിന് ഇത് മനസ്സിലാവുന്നില്ല? ഇപ്പോഴും ഒരു പരക്കം പായാണ്, ആരെ വാങ്ങണം, ആരെങ്കിലും വാങ്ങണോ, ആരെങ്കിലും വാങ്ങണ്ടേ എന്ന് വെച്ചുകൊണ്ട്. ദിസ് ഈസ് എംബാരസിങ്. നമ്മൾ ഫാൻസ് ഡു നോട്ട് ഡിസേർവ് ദിസ്. വി നീഡ് ടു ഷൗട്ട് ഔട്ട്. കാരണം നമ്മളുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്ന പല ചാനൽസിലും നമ്മൾ വാഴ്ത്തിപ്പാടും, കാരിക് അതാണ്, കാരിക് ഇതാണ്. നോ, കാരിക് ഈസ് എ ഗുഡ് മാനേജർ അല്ലെങ്കിൽ ഗുഡ് കോച്ച്. നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം ഗ്ലിനിയോസ് ആണെന്നുള്ളത് വീണ്ടും ഞങ്ങൾ എടുത്ത് പറയുകയാണ്. കാരണം പാട്രിക് ഡോർഗു ഈസ് ഇഞ്ചേർഡ് റൈറ്റ് നൗ. ആരാണ് നമ്മൾ? എവിടെയാണ് നമ്മൾ? എന്താണ് നമ്മൾ? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഓണർഷിപ്പാണ് തരേണ്ടത്. അവിടെ നിന്ന് ഒരൊറ്റ ആൻസർ പോലും നമുക്കില്ല. അറ്റ്ലീസ്റ്റ് അണ്ടർ റൂബൻ അമോറിം നമുക്കൊരു ഹോണസ്റ്റ് റിപ്ലൈസ് കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പിടുത്തമില്ല. വേർ ഈസ് മത്തേസ് ഡിലിറ്റ്? എന്താണ് മത്തേസ് ഡിലിറ്റിൻ്റെ ഇഞ്ചുറി? നോ ആൻസർ. മൗണ്ട്, ക്യാൻ വി ട്രസ്റ്റ് മൗണ്ട്? മൗണ്ട് മാച്ച് ഫിറ്റ് ആണോ? നോ ആൻസർ. ഡോർഗു, എന്താണ് ഡോർഗുവിൻ്റെ ഹാംസ്ട്രിങ് പുൾ വരാൻ കാരണം? അല്ലെങ്കിൽ വൈ ഡിഡ് ദിസ് ഹാപ്പൻ? നോ ആൻസർ. യോറോ മാച്ച് ഫിറ്റ് ആണോ? നോ ആൻസർ. ഹെവൻ മാച്ച് ഫിറ്റ് ആണോ? നോ ആൻസർ. ഐ ഡോണ്ട് നോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായ സംഭവം, ഐ വിൽ ടെൽ യു ദിസ്. ഐ ഹാവ് ബീൻ ഫോളോയിങ് ദിസ് ടീം ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഐ തിങ്ക് അവർ പ്ലേയേഴ്സ് ആർ ഗെറ്റിംഗ് ഇൻജേർഡ് ബിക്കോസ് ഓഫ് ദ ഇൻറ്റൻസിറ്റി. നമ്മുടെ പ്ലേയേഴ്സ് ഫിസിക്കലി സൂട്ടബിൾ അല്ല ഇൻറ്റൻസ് മാച്ച് വീക്ക് ഇൻ വീക്ക് ഔട്ട് കളിക്കാൻ.
ദാറ്റ് ഈസ് ദ റീസൺ അവർ പ്ലേയേഴ്സ് ആർ ഗെറ്റിംഗ് ഇഞ്ചുർഡ്. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. നമ്മുടെ ടീമിലെ ഏറ്റവും അത്ലറ്റിക് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് പാട്രിക് ഡോർഗു. പാട്രിക് ഡോർഗുവിന് ഇഞ്ചുറി വരണമെങ്കിൽ ഐ തിങ്ക് അവർ ട്രെയിനിങ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ആർ നോട്ട് സൂട്ടബിൾ ഫോർ അവർ പ്ലെയേഴ്സ്. വീക്ക് ഇൻ വീക്ക് ഔട്ട് ഇൻറ്റൻസ് ഫുട്ബോൾ കളിക്കാനുള്ള ഒരു സ്ക്വാഡ് ഡെപ്തോ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ ഗ്ലിനിയോസ് ഒരുക്കി കൊടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ ആവാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ഇത്രയും കാലത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഐ ഡു നോട്ട് ട്രസ്റ്റ് ഗ്ലിനിയോസ് ബിക്കോസ് ദേ വിൽ റൂയിൻ അവർ ക്ലബ്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ ദേ ഷുഡ് ബി ഇൻ ദ ജയിൽ. ഗ്ലിനിയോസ് അത്രയും വൃത്തിയുടെ സംഭവങ്ങളാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. യഥാർത്ഥ കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല, ഞാനൊരു യഥാർത്ഥ ഫാനാണ്. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. അതുകൊണ്ട് തന്നെയാണ് ഐ ഫുള്ളി സപ്പോർട്ട് 1st of February നടക്കാൻ പോകുന്ന പ്രൊട്ടസ്റ്റ്. ആ പ്രൊട്ടസ്റ്റ് എല്ലാ ദിവസവും എല്ലാ വീക്കും നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് വി നീഡ് ടു ത്രോ ദീസ് പാരസൈറ്റ് ഓർഡേഴ്സ് ഔട്ട്. ഗ്ലേസേഴ്സ് ആൻഡ് ഇനിയോസ് ഗെറ്റ് ഔട്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഈസ് ഇഞ്ചുറി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കളികളിൽ. ബിക്കോസ് അവർ പ്ലേയേഴ്സ് വിൽ ഗെറ്റ് ഇഞ്ചേർഡ്. എനിക്ക് അറിഞ്ഞുകൂടാ വാട്ട് വി നീഡ് ടു ഡു. ഐ തിങ്ക് ദിസ് ഈസ് ബേസിക്കലി പൂർ സ്ക്വാഡ് പ്ലാനിങ്. കാരണം ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ സമ്മർ വിൻഡോ മാത്രമല്ല വിൻ്റർ വിൻഡോയും യൂട്ടിലൈസ് ചെയ്യണം. അത് പല ബിഗ് ക്ലബ്സും അംബീഷ്യസ് ആയിട്ടുള്ള ക്ലബ്സ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ജനുവരി വിൻഡോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിറ്റി പോയിട്ട് ഇപ്പോൾ സെമന്യോനും ഗുഹേനും സൈൻ ചെയ്തു. നമ്മൾ ആരെയാണ് സൈൻ ചെയ്തത്? സിറ്റിക്ക് സെമന്യോനും ഗുഹയുടെ ആവശ്യം പോലും ഇല്ല. അവർക്ക് അത്രയും സ്ക്വാഡ് ഡെപ്ത് ഉണ്ട്. എന്നിട്ടും അവരെ അങ്ങനത്തെ പ്ലേസിന് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മിഡ്ഫീൽഡർക്ക് വേണ്ടിയിട്ട് കരയാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. എന്തുകൊണ്ടൊരു മിഡ്ഫീൽഡർ വാങ്ങുന്നില്ല? എനിക്ക് മടുത്തിട്ടാണ് ഞാനിത് പറയുന്നത്. പി ആർ സ്പിന്നിനും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് 25% നമ്മൾ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ വി വുഡ് ബി ബെറ്റർ. ആൻഡ് ഹൂസ് പ്രോബ്ലം ഈസ് ദാറ്റ്? നമ്മുടെ പ്രോബ്ലമാണ് ഫാൻസിൻ്റെ? നോ, ഗ്ലിനിയോസ്. എഗെയിൻ ഓണർഷിപ്പ് പ്രോബ്ലം. ദിസ് ഈസ് എംബാരസിങ്. നമ്മൾ ഒരു പ്ലെയർ ഇഞ്ചേർഡ് ആകുമ്പോഴേക്കും നമ്മൾ പാനിക് ആവുന്നുണ്ടെങ്കിൽ, ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാനിക് ആവുന്നുണ്ടെങ്കിൽ അട്ടർ നോൺസെൻസ്, എംബാരസിങ്. It's on the Ineos, it's on Glazers, it's on the ownership. I don't know. ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഐ എം റിയലി ഫ്രസ്ട്രേറ്റഡ്. കാരണം ഡോർഗു ഈസ് എ ഫിറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് അത്ലീറ്റ് പ്ലെയർ ഇൻ ദ ടീം. ഡോർഗുവിന് ഇഞ്ചുറി വരാമെങ്കിൽ ഏത് പ്ലെയർക്കും ഇഞ്ചുറി വരാം. ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് വറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ള ഫസ്റ്റ് വാർണിംഗ് സൈൻ അണ്ടർ മൈക്കിൾ കാരിക് വന്നിരിക്കുകയാണ്. ഹൗ വി വിൽ റിയാക്ട്? ഗ്ലിനിയോസ് നമ്മളെ രക്ഷിക്കുമോ? ജനുവരി വിൻഡോയിൽ നമുക്കൊരു ലെഫ്റ്റ് വിങ്ങർ, ഒരു മിഡ്ഫീൽഡർ ഗ്ലിനിയോസ് കൊണ്ടുവരുമോ? വാട്ട് ഡു യു തിങ്ക്? ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡോർഗു അടുത്ത 10 ആഴ്ചയ്ക്ക് ഔട്ടാണ്. ഡോർഗുവിന് പകരം നിങ്ങൾ ആരെയാണ് ഈ ടീമിലോട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് ലെവലിലോട്ട്? ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.